all, welcome to K2CSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അൺഇൻഫോംഡ് സെർച്ച് അൽഗോരിതത്തിൽ വരുന്ന BFS, DFS, ഡെപ്ത് ലിമിറ്റ് സെർച്ച് അൽഗോരിതം ആണ്. സോ ഫസ്റ്റ് വൺ, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. BFS is the most common search strategy for traversing a tree. അതായത് ഒരു ട്രീ ട്രവേഴ്സ് ചെയ്യുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് BFS. ട്രീ ട്രവേഴ്സൽ എന്താണെന്നറിയാമല്ലോ. സപ്പോസ് ഇതൊരു ട്രീ ആണെങ്കിൽ ഈ റൂട്ട് നോഡ് തൊട്ട് ഓരോ നോഡിനെയും വിസിറ്റ് ചെയ്ത് ലീഫ് നോഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗോളിലേക്ക് എത്തുന്നതിനെയാണ് ട്രവേഴ്സിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ട്രവേഴ്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു മോസ്റ്റ് കോമൺ സെർച്ച് സ്ട്രാറ്റജിയാണ് BFS. ഇഫ് ഇറ്റ് സ്റ്റാർട്ട് സെർച്ചിങ് ഫ്രം ദ റൂട്ട് നോഡ് ഓഫ് ദ ട്രീ ആൻഡ് എക്സ്പാൻഡ് ഓൾ സക്സസർ നോഡ് അറ്റ് ദ കറണ്ട് ലെവൽ ബിഫോർ മൂവിങ് ടു ദ നോഡ് ഓഫ് നെക്സ്റ്റ് ലെവൽ. അതായത് ഇതെന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് നോഡ്, ഇതെന്ന് പറയുന്നത് ലീഫ് നോഡ്. അപ്പോൾ ഇതിന് ഞാൻ ലെവൽ 0 എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്താണ്? ലെവൽ 1 ആണ്. ഇതെന്ന് പറയുന്നത് ലെവൽ 2 ആണ്. അതെന്ത് ചെയ്യും? ഇത് ഓരോ ഇപ്പോൾ റൂട്ട് നോഡിൽ സ്റ്റാർട്ട് ചെയ്ത് ആ ലെവലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രവേഴ്സ് ചെയ്തതിന് ശേഷമേ നെക്സ്റ്റ് ലെവലിൽ പോകുള്ളൂ. ഇപ്പം നെക്സ്റ്റ് ലെവലിൽ ഇതിനെയും ട്രവേഴ്സ് ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ലെവലിൽ പോകത്തുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. It starts searching from the root node of the tree. ട്രീയുടെ റൂട്ട് നോഡിൽ നിന്ന് തുടങ്ങി ആൻഡ് എക്സ്പാൻഡ് ഓൾ സക്സസർ നോഡ് അറ്റ് ദ കറണ്ട് ലെവൽ. ഇപ്പോൾ നിൽക്കുന്ന എല്ലാ സക്സസർ മീൻസ് മുന്നോട്ട് പോകുന്ന എല്ലാ നോഡുകളെയും എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നെക്സ്റ്റ് ലെവലിലേക്ക് പോകത്തുള്ളൂ. ഇറ്റ് യൂസ്ഡ് FIFO ഡേറ്റ സ്ട്രക്ചർ. FIFO ഡേറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം ഉള്ളതിനെ ആദ്യം. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലെവലും മീൻസ് ലെവൽ 0 കഴിഞ്ഞിട്ടേ ലെവൽ 1ൽ പോകുള്ളൂ. അതായത് ആദ്യം കയറിയ ലെവൽ 0 ആണ്. സോ ലെവൽ 0 കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടേ ലെവൽ 1ലോട്ട് പോകത്തുള്ളൂ. ഇതിൻ്റെ രണ്ട് അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാനുണ്ട്. BFS വിൽ പ്രൊവൈഡ് സൊല്യൂഷൻ ഇഫ് എനി എക്സിസ്റ്റ്. അതായത് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു അൽഗോരിതമാണ് BFS. ഇഫ് ദെയർ ആർ മോർ ദാൻ വൺ സൊല്യൂഷൻ ഫോർ എ ഗിവൺ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ദെൻ BFS വിൽ പ്രൊവൈഡ് ദ സൊല്യൂഷൻ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അതായത് ഇതിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് സ്റ്റെപ്സിൽ സൊല്യൂഷനിൽ എത്തുന്നതായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിന് ABC എന്ന് 3 സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിലേതിലാണോ സ്റ്റെപ്സ് കുറവ് അതിനെ എന്ത് ചെയ്യും? കറക്റ്റ് സൊല്യൂഷനായിട്ട് കൊടുക്കും. ഇത് രണ്ടുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ സൊല്യൂഷൻ കൊടുക്കും. രണ്ടാമത്തെ എന്താണ്? ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉള്ള ഏതാണോ അത് സൊല്യൂഷനായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് ലോട്ട്സ് ഓഫ് ടൈം ഇഫ് ദ സൊല്യൂഷൻ ഈസ് ഫാർ അവേ ഫ്രം ദ റൂട്ട് നോഡ്. അല്ലേ? ഇപ്പം നമ്മുടെ റൂട്ട് നോഡിൽ നിന്ന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് താഴെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഫാർ അവേ ആണെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം? ഒരുപാട് ടൈം വേണ്ടി വരും. ആസ് ദ സൈസ് ഓഫ് ട്രീ ഇൻക്രീസസ് ഇറ്റ് നീഡ് മോർ മെമ്മറി. സെയിം കാര്യമാണ്. ട്രീയുടെ സൈസ് കൂടുന്തോറും എന്താണ്? മെമ്മറി വേണ്ടി വരും. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? റൂട്ട് നോഡിൽ നിന്ന് ഒരുപാട് ഫാർ അവേ ആയിട്ടാണ് അതിൻ്റെ സൊല്യൂഷൻ ഇരിക്കുന്നതെങ്കിൽ അത്രയും ടൈം എടുക്കും. ട്രീയുടെ സൈസ് കൂടുമ്പം മെമ്മറി സൈസും കൂടും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഞാൻ ആദ്യം ലെവൽ സെറ്റ് ചെയ്യുന്നത്. എപ്പോഴും ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവൽ 0ലായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തുവാ? ലെവൽ 0. ഇത് രണ്ടും എന്തുവാ? ലെവൽ 1. അപ്പം നമുക്കിതിനെ ട്രവേഴ്സ് ചെയ്തൊരു പാത്ത് എഴുതാം. ആദ്യം എന്ത് ചെയ്യുന്നു? റൂട്ട് നോഡിൽ നിന്ന് തുടങ്ങുന്നു. അതാണ് S എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവിടെ വേറൊന്നുമില്ല. സോ നെക്സ്റ്റ് ലെവലിൽ ആരാന്ന് നോക്കുന്നു? Aയിലോട്ട് വരുന്നു. അപ്പോൾ Aയുടെ സക്സസർ മീൻസ് Aയുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് Cയും Dയും ആണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഏത് കംപ്ലീറ്റ് ചെയ്യണം? ആ ലെവലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ BFS പഠിച്ച. സോ A കഴിഞ്ഞ് ആര് വരും? B വരും. ഓക്കെ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലെ സ്റ്റാർട്ടിങ് ആരാ? C ആണ്. പിന്നെ നമ്മൾ ഇയിലോ എഫിലോ പോവരുത്. സിന്ന് നേരെ ഡിയിലോട്ട് പോവുക. ഡിന്ന് നേരെ എന്തിലോട്ട് പോകണം? ജിയിലോട്ട് പോകണം. ജിന്ന് നേരെ Hലോട്ട് പോകണം. നെക്സ്റ്റ് നമ്മൾ ഇയിൽ നോക്കുക. ഇന്ന് നേരെ കെയിലോട്ട് പോകാൻ പാടില്ല. ആ ലെവലിലുള്ളത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എഫ് ദെൻ ആയി എന്നിട്ട് അടുത്ത ലെവലിലുള്ള ഏതിലോട്ട് പോവുള്ളൂ? കെയിലോട്ട് പോവുള്ളൂ. മനസ്സിലായല്ലോ? ഇനി ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്ന ഫോർമുല ഓർഡർ ഓഫ് B raised to D എന്ന. B എന്ന് പറയുന്നത് നമ്മുടെ ട്രീയിൽ എത്ര നമ്പർ ഓഫ് നോഡ് ഉണ്ട്. D എന്ന് പറയുന്നത് ഡെപ്ത്, അതായത് റൂട്ട് നോഡിൽ നിന്ന് എത്ര മാറിയാണ് നമ്മൾ ഗോൾ നോഡ് ഇരിക്കുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി കാണുന്ന ഫോർമുല
ഓർഡർ ഓഫ് ബി റേസ് ടു ഡി സെയിം തന്നെയാണ്. ബി എന്ന് പറഞ്ഞാൽ നോഡും ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്. പിന്നെ ഇതിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ്നെസ്സും ഒപ്റ്റിമാലിറ്റിയും. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ട്രീ ഈസ് മിനിമൽ ട്രീ വി ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ. ട്രീ എന്ന് പറയുന്നത് ഒരു മിനിമൽ ട്രീ ആണെങ്കിൽ മീൻസ് മിനിമം നമ്പർ ഓഫ് നോട്ട്സ് ഉള്ള ട്രീ ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. മീൻസ് ഒരുപാട് സൊല്യൂഷൻ വരത്തില്ല, മൾട്ടിപ്പിൾ സൊല്യൂഷൻ വരുമ്പോഴത്തേനുമാണ് മിനിമം സ്റ്റെപ്പ് ഉള്ളത് എടുക്കേണ്ടത്. അപ്പം മിനിമൽ ട്രീ ആണെങ്കിൽ എന്താ ഒറ്റ സൊല്യൂഷനേ വരത്തുള്ളൂ, നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പിന്നെ എന്താ ഒപ്റ്റിമാലിറ്റി. ആസ് ദ നോഡ് ഇൻക്രീസസ് പാത്ത് കോസ്റ്റ് ഡിക്രീസസ് ദെൻ ദ പാത്ത് ഈസ് ഒപ്റ്റിമൽ. അതായത് നോഡിൻ്റെ എണ്ണം കൂടുന്തോറും മീൻസ് ആ നോഡുകളുടെ എണ്ണം കൂടുന്തോറും നോഡുകൾക്കിടയിലുള്ള ആ ഡിസ്റ്റൻസ് പാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ കുറയും. അപ്പോൾ പാത്ത് കോസ്റ്റ് കുറയുമ്പോഴാണ് എന്താവുന്നത് ഒപ്റ്റിമൽ. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്, എപ്പോഴും കോസ്റ്റ് കുറയുമ്പോഴാണ് സംഭവം എന്താവുന്നത് ഒപ്റ്റിമൽ ആവുന്നത്. ഇനി നെക്സ്റ്റ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.